അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ ഹബീബില്ലാഹ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ പ്ലാറ്റ്ഫോമിലെ ബഹുമാനപ്പെട്ട അധ്യക്ഷനടക്കമുള്ള ഉദ്ഘാടകനടക്കമുള്ള പണ്ഡിതന്മാർ, പ്രമുഖർ, പ്രമാണിമാർ, ഭരണാധികാരികൾ അടക്കമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ, ബഹുമാനായ അബ്ദുൾ റസാഖ് ബാക്കവി അവരുടെ കുറച്ച് പ്രയാസം നടക്കാനും ഇരിക്കാനും എണീക്കാനും സപ്പോർട്ടോടു കൂടി മൈക്കിന് മുന്നിലെത്തി. മൈക്കിന് മുന്നിലെത്തി ഓഡിയൻസിനെ കണ്ടപ്പോൾ അദ്ദേഹം പഴയകാല ശൈലിയിലേക്ക് തിരിച്ചുപോയി. റിയാദിൽ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ആയിരങ്ങൾ പങ്കെടുക്കുന്ന പല വേദികളിലും അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ പ്രസംഗം, പരിഭാഷകൾ, വ്യത്യസ്ത ഭാഷകൾ ഒക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം. 4-5 ഭാഷകളിൽ അദ്ദേഹം നന്നായിട്ട് സംസാരിക്കും. അറിവിൻ്റെ ആഴം തീർത്തൊരു പണ്ഡിതൻ എന്നതൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ മഹനീയ സാന്നിധ്യം ഈ സഭയ്ക്കൊരു പ്രൗഢിയായി എന്ന് ഞാൻ കാണുന്നു. ബഹുമാന്യരായ എല്ലാവരുടെയും വിഷയം ഒറ്റൊന്നാണ്. ഈ സഭ നിയന്ത്രിക്കുന്ന MSMൻ്റെ യുവപണ്ഡിതർ അവരുടെ സാന്നിധ്യത്തിൽ ഈ പുളിക്കൽ മദീനത്തുൽ ഉലൂമിന് ചുറ്റുമായി വിവിധ ഗ്രാമങ്ങളിൽ, വില്ലേജുകളിൽ, തെരുവുകളിൽ, ശാഖകളിൽ, വീടുകളിൽ, കുടുംബ സദസ്സുകളിൽ കൃത്യമായ അളവിൽ നടത്തുന്ന പ്രബോധന പരമ്പര ആശയങ്ങൾ സമ്പുഷ്ടമായി പഠിച്ചിറങ്ങിയിട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ പഴയകാല ഭാഷാശൈലി ഇന്ന് ഉപയോഗിക്കാൻ കഴിയില്ല. കടുപിടുത്തമുള്ള ഭാഷാ സാഹിത്യത്തിൻ്റെ അമൂർത്ത പദങ്ങൾ കൊണ്ട് തുഞ്ചനത്തച്ഛനെ ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള മലയാള ഭാഷക്കൊന്നും ഇത് യാതൊരു പ്രസക്തിയുമില്ലാതെ പോയി. പിന്നെ നാട്ടിൽ കണ്ടുമുട്ടുന്ന ആളുകളുടെ ജീവിതശൈലിക്കനുസരിച്ച് ചായപ്പിടിയിലും പീഡിയക്കോലയിലും അങ്ങാടികളിലും ബസ് സ്റ്റോപ്പുകളിലും വായനശാലകളിലും ഒക്കെ ഇരിക്കുന്ന ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവർക്കിടയിൽ പറ്റാവുന്ന ഭാഷകൾ ഉപയോഗിച്ച് മനോഹരമായി സംസാരിക്കുന്നു. ഇന്നൊരുപാട് വേദികൾ, പ്രസംഗം തന്നെയാണ് ഏറ്റവും വലിയ തബ്ലീഗ്. ഈ വദായ്, വിടവാങ്ങൽ പ്രസംഗം പോലും കരയിപ്പിക്കുന്നതും ഹൃദയത്തിൽ അലിയിപ്പിക്കുന്നതുമായിരിക്കണം. യാത്രയപ്പ് യോഗങ്ങൾ, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗത്തിന് പുതിയ സ്റ്റേജുകൾ വരികയാണ്. അവിടങ്ങളിൽ പലവിധം ആളുകളെ, വ്യത്യസ്ത ആശയക്കാരെ കണ്ടുമുട്ടുകയാണ്. അതുകൊണ്ടാണ് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇലത്തുൽ ഹസന, വശ്യമായ ശൈലിയിൽ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ കരുത്ത് പകർന്ന് ശ്രോതാക്കളെ വശീകരിക്കുന്ന വിസ്മയകരമായ പ്രസംഗം ആളുകൾ ഇന്നും നല്ല മാർക്കറ്റ് ചെയ്യും. മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുന്ന നല്ല വസ്ത്രം ധരിച്ച്, നമ്മൾ കണ്ടില്ലേ മെഡിക്കൽ ഷോപ്പിലെ റെപ്രസെൻറ്റേറ്റീവുകളൊക്കെ, പല കമ്പനികളുടെയും റെപ്രസെൻറ്റേറ്റീവ്മാരൊക്കെ എക്സിക്യൂട്ടീവ് ഡ്രസ്സ് ധരിച്ച് നല്ല ഫോമിൽ വന്ന് മാർക്കറ്റ് ചെയ്യാൻ പല സാധനങ്ങളും ചില വിത്തുകളും. അങ്ങനെ വ്യത്യസ്ത പഴയകാലത്ത് ക്രിസ്ത്യനീയ സഭാ പ്രതിച്ഛായക്കാരൊക്കെ വൈകുന്നേരങ്ങളിൽ അങ്ങാടികളിൽ വന്ന് എന്തോ ഉറുതി പറയുമായിരുന്നു. മലയാളത്തിൽ ആർക്കൊന്നും മനസ്സിലാകാത്ത കുറേ കഴിഞ്ഞ് അവർ പോയിരുന്നു. പിന്നെ പാതിരാ വയലുകളുടെ ഒരു കാലമുണ്ടായി. പാതിരാ വയലുകൾ നിന്നിട്ട് കാലം എത്രയായി? പിന്നെ തൗബായുടെ സദസ്സുകളുണ്ടായി. പൊട്ടിക്കരച്ചിലുകളും രൂക്ഷമായ വിമർശനങ്ങളും അന്തം വിട്ട വിമർശനങ്ങളും സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ചോ? അവിടെയാണ് ഉദ്ഉ ഇലാ റബ്ബിക് ബിൽ മൗഇല വൽ ഹസന, മൗഇലത്തുൽ ഹസന, ബിൽ ഹിക്മ എന്നൊക്കെ പ്രയോഗങ്ങളിലൂടെ, തന്ത്രപരമായ നീക്കത്തിലൂടെ, വശ്യമായ ശൈലിയിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് വന്യവയോധികരായ പ്രഭാഷകന്മാർക്കോ പണ്ഡിതന്മാർക്കും മുന്നിൽ ശ്രോതാക്കളായി ഇരുന്ന് കൊടുക്കുന്ന യുവപ്രാസംഗികന്മാർ നിങ്ങൾ 40ാമത്തെ സംഘത്തിൽപ്പെട്ട
34 ആളുകളെക്കുറിച്ചും പറഞ്ഞല്ലോ. നല്ല കരുത്താണ് ആ വർത്താനം. ആ യുവാക്കൾക്കിടയിൽ പ്രചാരണം നടത്തി. പ്രവാചകൻ തന്നെ പ്രബോധനത്തിന് ഇറങ്ങുന്നത് 40 വയസ്സ് പൂർത്തീകരിച്ചതിന് ശേഷമല്ലേ? അങ്ങനെയാണല്ലോ. നൂർ പർവ്വതത്തിൻ്റെ മുകളിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പ്രബോധനം നൽകുന്നത് ഇഖ്റ ബിസ്മി, ഓദിക്ക് മാത്രമല്ല, എന്തോന്നാണ് എനിക്കൊന്നും അറിയില്ല. പ്രവാചകൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അത് പറ്റില്ലല്ലോ, നിങ്ങൾ ഓതാൻ ഞാൻ പറ്റൂല. ഒരു കാലഘട്ടം മുഴുവനും കാത്തിരിക്കുന്ന പ്രവാചകനല്ലേ, നിങ്ങൾ ഓതണം. എഴുതാനറിയില്ല, വായിക്കാനറിയില്ല, പിന്നെ എന്തോതാൻ? ഇഖ്റ, സമ്മർദ്ദം ചൊരുത്തി. ഇഖ്റ ബിസ്മി റബ്ബിക്, നാഥൻ്റെ നാമധേയത്തിൽ പറയണം, ശക്തമായ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ശാസിച്ചുകൊണ്ട്. അതാ മുസ്ലിംമാർ വടിയെടുത്ത് പഠിപ്പിക്കണതാ. അങ്ങനൊരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പഠിച്ചില്ല. അവസാനം ഒന്നും അറിയാത്ത ആൾ 6666 ആയത്തുകൾ എത്ര കൊല്ലം കൊണ്ട് പഠിച്ചെടുത്തു. എന്നിട്ട് ഓടി. സമ്മിലൂനി ഖദീജ, ഖദീജ സമ്മിലൂനി, പ്രബോധനത്തിൻ്റെ ആദ്യത്തെ പദപ്രയോഗങ്ങൾ എത്ര സ്പഷ്ടമായി ശ്രദ്ധിക്കാവുന്നതാണ്. എനിക്ക് പേടിയാവുന്ന ഖദീജ, എന്തോ ഒരു മകൻ എന്തോ സംഭവം നടന്നിരിക്കുന്നു, എന്നെ പുതപ്പിക്കൂ, എന്നെ വിറപ്പിക്കലോ അവസാനിപ്പിക്കൂ. അങ്ങനെയല്ലേ ഖദീജ ഓടുന്നത്, വിവരം അന്വേഷിക്കുന്നത്, ഇദ്ദേഹത്തിൽ മഹത്തായ ഒരു കഴിവ് പ്രദർശനമാകുന്നത്. ആ യുവത്വം പൂർത്തീകരിച്ച കാലഘട്ടത്തിൻ്റെ ഉയരങ്ങളിൽ വസിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മളും തുടരുകയാണ്. ഈ യുവാക്കൾ, ഇന്ന് യുവാക്കളുടെ പ്രായത്രയാ? പല യുവ സംഘടനകളുടെയും പ്രായം 65 വയസ്സ് വരെ എത്തി. നമ്മളിപ്പോഴും 40 തന്നെ ഒതുങ്ങണം യുവാക്കളുടെ പ്രായത്തിൻ്റെ പരിധി. അത് പ്രവാചകൻ്റെ അനുഭവത്തിൻ്റെ കാലഘട്ടമായതുകൊണ്ടല്ല. ഇന്ന് സമൂഹ മധ്യങ്ങളിൽ ആർക്കും ഇവിടെ വെച്ച് ആരെയും നമസ്കരിക്കാം. ജനാസക്ക് മുൻപിൽ പോലും പ്രസംഗിക്കാൻ അവസരം വരികയാണ്. ഇതാ കിടന്നിരിക്കുന്നു, വാക്കാൽ വല്ലതുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടോളിയും, കൊടുക്കാൻ വല്ലതുണ്ടെങ്കിൽ മക്കളേറ്റു കടം പൊട്ടിക്കോളിയും. എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അവസാനത്താൾ ഒതെടുത്ത് ഇറങ്ങുന്നത് വരെ പ്രസംഗം തന്നെയാണ്. ഒരു കാലഘട്ടം കാണാത്ത ഒരു പ്രസംഗമാണ്. എന്നാലും 10 ആളെ കിട്ടിയാൽ പറയാൻ പറ്റുന്ന നല്ലൊരു വേദിയല്ലേ? എല്ലാവരും ഉണ്ടാവുമല്ലോ അതിൽ. ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, കുടുംബക്കാർ, സഹോദരന്മാർ, എവിടെ നിന്നൊക്കെ വന്നവരൊക്കെ ഉണ്ടാവും. അവർ ഏതേത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, പറയാൻ കിട്ടുന്ന 10 മിനിറ്റാണെങ്കിൽ അത് മുതലാക്കണം. വിവാഹ സദസ്സുകളിൽ നിക്കാഹിൻ്റെ കുത്തുബകൾ കേൾക്കാൻ ഇഷ്ടമാണ് സഹോദരിമാരുണ്ടാകും. അവർക്ക് മറ്റൊരവസരം കിട്ടൂല. ആ നല്ല മുത്തിന് വെക്കാവുന്ന സമയമാണ്. അത് വെറുതെ സമയം നഷ്ടപ്പെടുത്തി നീണ്ടു ആളുകളെ ശ്രദ്ധ മുഴുവൻ ഭക്ഷണത്തിനും ബിരിയാണിയും നെയ്ച്ചോറിലേക്കാറും. അപ്പം കിട്ടാവുന്നൊരു സമയമുണ്ടല്ലോ, ഉത്ഭുതമായ സമൂഹം. ആ സമയം വശ്യമായി ഒന്ന് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് അട്രാക്റ്റീവ് ചെയ്യും എന്ന കാര്യം സംശയമൊന്നുമില്ല. അപ്പം പുതിയ മാർഗങ്ങളിലൂടെ വശ്യമായി തന്നെ പോയുന്ന ഈ പുതിയ ശൈലിക്ക് ഈ തെരുവോരങ്ങളിലൂടെ, വീടിന് ചുറ്റും അയൽപക്കങ്ങളിലൂടെ, മരം കണ്ടാൽ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അപ്പം കുറച്ച് ആളുകളൊക്കെ സംഘടിപ്പിച്ച് കുറച്ച് കസാല വരകെട്ടിട്ട് ഒരു ചായയും ബിസ്ക്കറ്റും സമൂസയൊക്കെ കൊടുത്ത് 40 ആളെ സംഘടിപ്പിച്ച് ഒരു പ്രബോധനം നടത്താൻ കഴിഞ്ഞാൽ അങ്ങനെ ഊരിന് ചുറ്റും കുടിൽ കെട്ടി ഈ പ്രസംഗം ചെയ്താൽ കഴിഞ്ഞാൽ ഏറ്റവും മഹാസമ്മേളനങ്ങളെക്കാണ്, കോടികൾ ചെലവഴിക്കുന്ന മഹാസമ്മേളനക്കാണ് ഫലപ്രദമാണ് മക്കളെ. അതുകൊണ്ട് യുവ സന്നദ്ധ സംഘ പ്രചരണ വിഭാഗത്തിന് ആത്മീയത്തോടൊപ്പം തന്നെ മാനസിക തൻ്റെ അടുത്തോടൊപ്പം തന്നെ ശാരീരികമായ ആരോഗ്യ ക്ലാസ് കൂടി നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ആരോഗ്യം എന്നത് മനുഷ്യന് അനിവാര്യമായൊരു ഘടകമായതുകൊണ്ടാണ് സുബഹിക്ക് തന്നെ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി ഒന്നാന്തരം വായു ശ്വസിച്ച് രണ്ടാമത്തെ എക്സസൈസുകളിലേക്ക് ഇറങ്ങി ആരോഗ്യം അത് സംരക്ഷിക്കാൻ പ്രബോധന രംഗം ഉപയോഗിക്കാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാവർക്കും അറിയേണ്ട ഒരു വിഷയമാണ്. അതിന് മതത്തിൻ്റെ കാഴ്ചപ്പാട്, പ്രവാചകൻ്റെ കാഴ്ചപ്പാട്, ദീനിൻ്റെ കാഴ്ചപ്പാട് സമർത്ഥമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലെ ഉന്നത ശിഷ്യരായ ഈ യുവസംഘത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.